അവൻ അടിച്ചെടുക്കട്ടെ. ഇന്ന് കാവിലെ ഭഗവതിയെ കണ്ടായിരുന്നു. കാവിലെ ഭഗവതി അതായത് അത് മറ്റേ നമ്മുടെ ശിവശങ്കറല്ലേ കവിന്റെ ശിവശങ്കർ. എന്താടാ? ഇന്നിവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പൊ അവള് മഴയത്തിറങ്ങി ഇന്ന് കാണാൻ വേണ്ടി ഭംഗിയുണ്ടായിരുന്നു തോന്നുന്നു ശിവശങ്കർ. ഓ, മീശയായിട്ട് ശിവശങ്കർ മിണ്ടത്തില്ല, മിണ്ടോടെ. ഇന്നലെ എന്താ നമ്മള് പറഞ്ഞത്? ടൈം ഔട്ട് ആക്കി വിട്ടിരുന്ന. അപ്പൊ ആരി അതിനകത്തൊരു കമന്റ് കയറിയിട്ട് നീ കണ്ടായിരുന്നല്ലേ? ശിവശങ്കർ ആര് 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 ശിവശങ്കർ ഇന്നലെ ടൈം ഔട്ട് പറഞ്ഞിട്ടിരുന്ന. എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അവനൊരു നമ്മളുടെ വീഡിയോക്കകത്ത് വന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. അത് നീ കണ്ടായിരുന്നോ? അവര് ടൈം ഔട്ട് എടുത്തില്ലടാ. ജസ്റ്റ് എന്തോ നമ്മള് ലൈവ് സ്റ്റോപ്പ് ആ സമയത്ത് മൈൻഡ് ചെയ്തില്ലേ? കുങ്കുമപ്പൂവാണ് നമ്മുടെ കുങ്കുമപ്പൂവാണ് ഇന്ന് ഞാൻ കഴിക്കുന്നത്. കുങ്കുമപ്പൂവാണ് കഴിക്കുന്നത്. ചാരു നീ കഴിച്ചോ? കുങ്കുമപ്പൂവാണ് കഴിച്ചത്. ആ ചാരു നീ കഴിച്ച കുങ്കുമപ്പൂവാണ്. ഞാൻ ചോദിച്ചു ചായ കുടിച്ചോ ചോദിച്ചപ്പോഴത്തേക്ക് പറയാം ചായ കുടിക്കാറില്ല, കുങ്കുമപ്പൂവാണ് കഴിക്കുന്നത്. ഞാൻ ചോദിച്ചപ്പോ ആ കുങ്കുമപ്പൂവാണോ ഈ സൗന്ദര്യത്തെ രഹസ്യം ചോദിച്ചു. ആ ഇതാണോ നമ്മുടെ രാധികയുടെ ലൈവിൽ എടുത്ത കാര്യമാണ് ഉദ്ദേശിച്ചത്? കാവേരി ഭഗവതി എന്നുള്ളത് ഞാൻ വെച്ചിട്ട് കൃഷ്ണൻ ആരും അടിക്കുന്നു കാവേരി ഭഗവതി. ഒരു സെക്കൻഡ്. ഇതോടാ. ആരെ വന്നിട്ട് പോയി സൗണ്ട് എടുക്കണേ നോക്കുക. ഒരുപാട് ഹൈഡ് ചെയ്യല്ലേ, മാക്സിമം ടൈം കൊണ്ട് മതി. നമ്മള് എന്നാലും ഞാൻ അതല്ല ആലോചിക്കുന്നത്, എന്തോ ഈ രാധിക എങ്ങനെ ഇത്രയും പേരെ മാനേജ് ചെയ്യുന്നത്? ടൈമിൽ റിപ്ലൈ കൊടുത്തോണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മലയാളത്തിൽ ഇത്രത്തോളം അക്ഷരങ്ങളും വാക്കുകളും ഉണ്ടെന്നുള്ളത് രാധിക ലൈവ് കാണുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മീശചേട്ടൻ ഡ്യൂട്ടിയിലാണ്, സോ അവിടെയാണ് മീശചേട്ടൻ വിട്ടാറുള്ളത്. എന്നെയാണ് പറഞ്ഞ കുട്ടികൾക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്ക് ഇഷ്ടമല്ല, എന്തായാലും ഇഷ്ടമായി, ദേശമായി ലൈവ്. ഇതോടാ. മുഖത്തല്ലേ എന്നാണ് പാവം. ഞാൻ പാട്ടില് ഞാൻ രാധികയുടെ ഫാനാണ് കേട്ടോ, അന്യായ ഫാനാണ്. പിന്നെ അത് മാത്രമല്ല എനിക്ക് അത് ഇഷ്ടമാണ്, ശരിയാ. അതായത് പറയുന്ന പാട്ടുകൾ അപ്പോഴെപ്പോഴും പാടിത്തരും. അല്ല പാട്ട് ഓക്കെ, പാട്ട് പക്ക, അതൊന്നും പറയില്ല, ഒന്നും പറയില്ല. അതായത് നെഗറ്റീവ് ഒന്നും പറയില്ല പാട്ടിനകത്ത്, പക്ക. അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ പാട്ടിന്റെ ഒരു ഫാനാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇത് തോന്നി വെച്ച് കഴിഞ്ഞാല് പക്ക റിപ്ലൈ, അതായത് ഈ സ്പോട്ടിൽ ഈ പറഞ്ഞ നെഗറ്റീവ് കമന്റ്സിന് റിപ്ലൈ കൊടുക്കുന്നത് സത്യം പറഞ്ഞ എന്താ പറഞ്ഞ ഹാറ്റ്സ് ഓഫ്, അന്യായം. അത് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് കൂടി, അതാണ് ഞാൻ പ്ലസ് പോയിന്റ് കേട്ടോ. വെച്ച് കഴിഞ്ഞാല് ഞാനൊക്കെ ഒരു പരിധി വരെയൊക്കെ ഈ വരുന്ന ബാഡ് കമന്റ്സിന് റിപ്ലൈ കൊടുക്കുമ്പോൾ 100 ചിന്തിക്കും, ഇതാരൊക്കെ ഇപ്പൊ കാണുന്നുണ്ട്, നാളെ ഇത് ആരൊക്കെ കാണും, അവരൊക്കെ എന്നോട് എങ്ങനെ ചോദിക്കും എന്നുള്ള കാര്യം ചിന്തിച്ചിട്ട് ഞാൻ ബാഡ് കമന്റ്, ഈ ബാഡ് വേർഡ്സ് ഒന്നും ഈ ലൈവിൽ യൂസ് ചെയ്യാറേ ഇല്ല. അല്ലാത്ത യൂസ് ചെയ്യും, ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യും. ലൈവിൽ വന്നിരുന്ന് ഞാൻ അത് യൂസ് ചെയ്യത്തില്ല. ബട്ട് ആ ഒരു ഗട്സ് രാജിക്കുണ്ടല്ലോ, അത് ഭയങ്കര സാരി എടുത്തോണ്ടല്ലേ. ബ്ലഡ് ടെസ്റ്റ് ചെയ്തല്ല, ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇന്നിന്റെ ബ്ലഡ് ഡൊണേഷൻ ആയിരുന്നു 33ാമത്തെ ബ്ലഡ് ഡൊണേഷൻ ആയിരുന്നു ഇന്നത്തെ. ഞാൻ എന്റെ ജീവിതത്തിൽ 33 തവണ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തോണ്ട് ഇന്നായിരുന്നു 33ാമത്തെ തവണ. അത് കഴിഞ്ഞിട്ടൊന്നിരിക്കുന്നതാണ് ചെറിയൊരു ക്ഷീണം. നേരത്തെ ചാര് പറഞ്ഞതുപോലെ അശോകന് ക്ഷീണമാവാം. ഞങ്ങളുടെ റീൽസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ റീൽസ് കാണാറുണ്ട്, കമന്റ് ചെയ്യാറുണ്ട്. അതെ അതെ. ഞാൻ പിന്നെ എന്താ പറയാ, എന്റെ മാത്രം ചാനലാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതുപോലെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. ബട്ട് ഈ ചാനല് എന്റെ വൈഫിന്റെ മെയിൽ ഐ ഡി തുടങ്ങിയതാണ്. പ്ലസ് ഞങ്ങള് 3 പേര് അഡീഷണൽ ആയിട്ട് ഇതിന് മാനേജർ എന്നുള്ള പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. അപ്പോ എന്റെ ഇഷ്ടത്തിന് എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല, ഇവന്റെ ഇഷ്ടത്തിന് ഇവന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ ഉത്തരവാദി ആവാൻ പോകുന്നത് മൈ വൈഫാണ്. സോ അതിന്